എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. ആലു ബൈഗണാണ്. ആലു ബൈഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങും ബൈഗൺ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയാണ് കേട്ടോ. ആലുവും ബൈഗണും ഇട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഈ സൈസിലുള്ള ബൈഗണാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതുപോലെ അരിഞ്ഞിട്ട് വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ കറ പോകും കേട്ടോ. അതിന് വേണ്ടിയാണ് വെള്ളത്തിലിടുന്നത്. ഇങ്ങനെ നമുക്ക് മുറിച്ച് വെള്ളത്തിനകത്തിട്ട് വെക്കാം. അതായത് ഞാൻ കഴുകി ഒരു പ്ലേറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഒരു സവാളയാണ്, കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തേക്കുവാണ് കേട്ടോ. സിമ്പിളാണ് കേട്ടോ, എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലിട്ട് കൊടുക്കാം കേട്ടോ. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നോർത്ത് സൈഡിലൊക്കെ ഒത്തിരി ഫേമസ് ആണ് കേട്ടോ ആലു ബൈഗൺ. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവിടെ ആലു ബൈഗൺ ആയിരിക്കും സബ്ജി ഉണ്ടാക്കുക, കറിയായിട്ട് ഉണ്ടാക്കുക കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണേ. സിമ്പിളാണ്, എല്ലാവരും മസ്റ്റായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ചില ആൾക്കാർക്കൊന്നും വഴുതനങ്ങ അത്രയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക. അപ്പം നമുക്ക് ടേസ്റ്റൊക്കെ വ്യത്യാസമാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇഷ്ടമാകും കേട്ടോ. അതിനകത്തോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കും വഴുതനങ്ങ ഒട്ടും ഇഷ്ടമല്ലാത്ത ആളായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ കഴിക്കും കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ. അതിനകത്തോട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, നിങ്ങളുടെ കയ്യിൽ ഏത് മസാലയാണോ ഉള്ളത് ആ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാമേ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാമേ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും മാങ്ങായും ഇല്ലേ, അതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം എല്ലായിടത്തും ഒന്ന് പറ്റുന്ന രീതിയിൽ. അതിനുശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റാം കേട്ടോ. ഒരുപാട് നേരം വെക്കരുത്, അടിക്ക് പിടിക്കും. നമ്മൾ വെള്ളം ഒഴിച്ചില്ലല്ലോ, അതുകൊണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കാം. വേവുന്നതനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങിനൊക്കെ നല്ല വേവുണ്ട്, അതുകൊണ്ട് തന്നെ വേവുന്നതനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ തിളപ്പിച്ച് നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചെടുക്കാമേ. ഞാൻ ഈ അടപ്പ് വെച്ച് അടയ്ക്കാൻ നോക്കി, പക്ഷെ അത് പറ്റണില്ല. അതുകൊണ്ട് പിന്നെ വേറെ അടപ്പ് ചേഞ്ച് ആക്കി കേട്ടോ. അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം.
നോർത്ത് സൈഡിലൊക്കെ ഏതൊരു വിശേഷം വന്നാലും ആലു ബേഗൻ സബ്ജി ഉണ്ട് കേട്ടോ. എല്ലാ ഒത്തിരി സബ്ജികളുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം കൂടെ ആലു ബേഗൻ സബ്ജി കാണും. ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ഹെൽത്തിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്